ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. ഹെൽത്ത് ചെറുതായിട്ടൊന്ന് പനി വന്നതുകൊണ്ട് 2-3 ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു. ഇൻഷാല്ല ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലൊരു സ്പൈറൽ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിൽ 3-4 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഫ്ലവറിനോട് ചേർന്ന് അടുത്ത 2 ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിന്റെ സൈഡിൽ നിന്ന് കൈയിന്റെ അടുത്ത സൈഡിലോട്ട് വരുന്ന രീതിയിൽ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് വരച്ചിട്ടുള്ള 2 ലൈൻസ് തമ്മിലൊന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. ഇനി ഏറ്റവും താഴെയുള്ള ലൈനിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്ക്വയറിൽ വരച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്ലവേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഇനി ആദ്യം വരച്ച ഫ്ലവേഴ്സിന്റെ താഴെ ഇതുപോലെ ഒന്ന് 2 റാ ഷേപ്പ് വരച്ചിട്ട് സെൻട്രലായിട്ട് ഓരോ ഡോട്ട്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വരച്ചെടുത്ത 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിൽ 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം വരച്ച ഫ്ലവേഴ്സിന്റെ സൈഡിലായിട്ട് ഒരു ഫ്ലവർ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകൾ ഭാഗത്ത് 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലിലുള്ള ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 2 ഡിസൈൻസിന്റെ ഗ്യാപ്പിൽ ജിഗ്സാഗ് വരുന്ന ലൈൻസ് ഒന്ന് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു സ്പേസിൽ മുഴുവനായിട്ട് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലോട്ടും ഇതേപോലത്തെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി സിഗ്സാഗിന് പകരം നോർമൽ ലൈൻസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇനി ഈ കോളങ്ങളുടെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഏകദേശം കൈയിന്റെ സെന്റർ ഭാഗത്തു നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ 2 ലൈൻസുകൾ തമ്മിൽ ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉൾഭാഗത്ത് വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു സ്പേസിൽ ഗ്യാപ്പിട്ടിട്ട് ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഔട്ട്ലൈൻ മാത്രം കട്ടി കൂട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി സ്പേസ് വരുന്ന ഭാഗത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒത്തിരി പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനി ഈ ഒരു ഡിസൈനിൽ നേരത്തെ വരച്ച കർവ് വരുന്ന ലൈനിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഹംസിന് മുകളിലായിട്ട് മാത്തുള്ളിന്റെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പിന് മുകളിൽ അതേ ഷേപ്പ് വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ലൈനിന് മുകളിലൊന്ന് ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിനോട് ചേർന്ന് തന്നെ ഇതുപോലെ അടുത്തൊരു ഫ്ലവറും വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ ഇതേ രീതിയിലുള്ള ഫ്ലവേഴ്സ് തന്നെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവേഴ്സിന്റെ മുകളിലുള്ള ഹംസിന്റെ മുകളിലൊക്കെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സിന്റെ മുകളിലും ഇത്തിരി വലുപ്പത്തിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വിരലുകൾ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ കർവ് വരുന്ന ലൈൻ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു ലൈൻ കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ലൈനിന്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് കട്ടി കൂടിയ ഒരു ലൈൻ ആക്കി എടുക്കുക. ഇനി താഴെ കൊടുത്ത ഫ്ലവേഴ്സിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഓരോ ഫിംഗറിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിന് മുകളിലായിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ എല്ലാ ലൈൻസിന്റെ മുകളിലും ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ലീവ്സിന് പകരം ഡോട്ട്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിലെ കർവ് വരുന്ന ലൈനിന്റെ മുകളിലായിട്ട് ഓരോ ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പൊ വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ഭാഗത്തും ഹംസ് വരച്ച ശേഷം കയ്യിൽ ഇത്തിരി ഗ്യാപ്പിട്ട ശേഷം ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിന്റെയും ഹംസിന്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഒരു സ്പൈറൽ വരച്ചിട്ട് അതിന് ചുറ്റിലും ഒന്ന് പെറ്റൽസ് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത 3 ഫിംഗേഴ്സിലും ഓരോ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഹംസിന് മുകളിലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ലൈനിന് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിലും സ്പൈറൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്യാപ്പിട്ടിട്ട് എല്ലാ ഫിംഗേഴ്സിലും ഫ്ലവേഴ്സ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഒക്കെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടി കുട്ടി വരച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗം ഫുൾ ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിൽ ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തെങ്കിലും ലാസ്റ്റിൽ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഒരു ഫിംഗേഴ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു ലൈനിന്റെ മുകളിലായിട്ട് ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഹംസ് വരച്ച ശേഷം ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് ഫിംഗേഴ്സിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3 ഫിംഗേഴ്സിൽ മാത്രമേ ലൈൻസ് വരച്ചെടുക്കുന്നുള്ളൂ. ഇനി ആ ഒരു ലൈനിന്റെ മുകളിലായിട്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 3 ഫിംഗേഴ്സിലും ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ ഇത്തിരി കർവ് വരുന്ന ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗം ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ചെറിയ വിരലിൽ ഇതുപോലെ തന്നെ കർവ് വരുന്ന ഒരു ലൈൻ കൊടുത്തിട്ട് അതിനുള്ളിലും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിപ്പോ നേരത്തെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുത്ത എല്ലാ ലീവ്സിന്റെ ഗ്യാപ്പിലും ഓരോ ലൈൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കട്ടിയുള്ള ലൈൻ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ ഒരു ഭാഗം ഫില്ലാവാത്ത പോലെ ഒരു ഫീലിംഗ്, അതുകൊണ്ട് വീണ്ടും ഓരോ ലൈൻ കൂടെ ഒന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.